ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയുന്നത് പാസ്റ്റിന്റെ പാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്, അഥവാ കഴിഞ്ഞു പോയ കാലത്തിൽ ഒരു നിശ്ചിത സമയത്തിന്റെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പറയുന്നത് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ കഴിഞ്ഞൊരു പ്രവൃത്തിയുടെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും ഹാഡ്, പിന്നെ V3 വേർബിന്റെ മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പിന്നെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതർ വേർഡ്സ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എല്ലാത്തിൻ്റെയും കൂടെ ഹാഡ് ആണ് ഉണ്ടാവുക. ഹാസ്, ഹാവ് ഇവയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഉണ്ടായിരുന്നു എന്നാണ് ഹാഡ് എന്ന വാക്കിന്റെ അർത്ഥം. ഉണ്ടായിരുന്നു. ഹാവ്, ഹാസിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഇതിന്റെ പാസ്റ്റ് ആണ് ഹാഡ്, ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റൻസ് നോക്കാം. When I reached the railway station, the train had left. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. The train had left ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് മുമ്പേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയ കാര്യം പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ the train had left ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. the train had left എന്ന ഭാഗമാണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റിന്റെ മുമ്പേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതുപോലെ when the doctor arrived, the patient had died. When the doctor arrived, the patient had died. ഡോക്ടർ വന്നപ്പോൾ രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, പക്ഷേ അപ്പോഴേക്ക് രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡോക്ടർ വന്നത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അതിൻ്റെ മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു എന്ത്? രോഗിയുടെ മരണം. അപ്പോൾ ഡോക്ടർ വന്നപ്പോഴേക്ക് രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ when the doctor arrived, ഡോക്ടർ വന്നപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. the patient had died രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ the patient had died ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഡോക്ടർ വന്നതിന് മുൻപേ നടന്നൊരു കാര്യമാണ് രോഗി മരിച്ച കാര്യം. ഇവിടെ the patient had died എന്ന ഭാഗമാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. She had taken degree before 2020. 2020 മുമ്പേ അവൾ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു ആണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ 2020 കഴിഞ്ഞു പോയൊരു വർഷമാണ്, കഴിഞ്ഞ കാലമാണ്. അതിന് മുമ്പേ അവൾ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ട് ഇങ്ങനെയും പറയാം നമുക്ക്. അതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. 2020 പാസ്റ്റിലെ ഒരു ടൈമാണ്, കഴിഞ്ഞു പോയ കാലമാണ്. അതിന് മുമ്പേ നടന്നിട്ടുണ്ടായൊരു കാര്യമാണ് ഡിഗ്രി എടുത്ത കാര്യം. She had taken degree before 2020. അവൾ 2020 മുമ്പേ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. Roshan had studied all his lessons a week before the examination began. Roshan had studied all his lessons. റോഷൻ അവൻ്റെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. A week before the examination began. A week before the examination began. എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ റോഷൻ അവൻ്റെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു സെന്റൻസ് ആണ്, പക്ഷെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് കൊടുത്തത്. റോഷൻ ഹാഡ് സ്റ്റഡീഡ് ഓൾ ഹിസ് ലെസൺസ്. റോഷൻ അവൻ്റെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. A week before the examination began. A week before the examination began. എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ റോഷൻ അവൻ്റെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. I had seen her before you saw her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു.
ബിഫോർ യു സോ ഹർ. നീ കണ്ടതിന് മുമ്പേ. ഐ ഹാഡ് സീൻ ഹർ. ഇവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാഡ് സീൻ ഹർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഫോർ യു സോ ഹർ. നീ കണ്ടതിന് മുമ്പേ ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാസ്റ്റിന് മുമ്പേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, കഴിഞ്ഞു പോയ കാലത്തിൽ മുമ്പേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.